ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഓൺലൈൻ ബിസിനസ്സിനെ കുറിച്ച് സംസാരിച്ചു. എങ്ങനെയാണ് നമ്മൾ ഓൺലൈൻ ബിസിനസ്സിൽ ഓർഡേഴ്സ് കിട്ടുന്നത്, ഏതൊക്കെ വഴിയാണ്, ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് ഓർഡർ കിട്ടുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത്, നമ്മളൊരു ഡ്രസ്സ് ചെയ്തു, അത് നമ്മൾ സെയിലിന് വേണ്ടിയിട്ട് ഓൺലൈനിൽ ഇട്ടു, അതിന് എങ്ങനെയാണ് നമ്മളൊരു റേറ്റ് ഫിക്സ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. ഇപ്പം നമ്മൾ ഓൺലൈനിൽ ഒരുപാട് ആഡ് കണ്ടിട്ടുണ്ടാവും. ഒരു ഫ്രോക്കിൻ്റെ പിക്ചർ വെച്ചിട്ട് ഇത് 999 ഞങ്ങൾ കൊടുക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഈ 999 ശരിക്കും ആ ഒരു ഡ്രസ്സ് ചെയ്യാൻ വർത്താണോ, ആ ഒരു പ്രൈസ് ഓക്കെ ആണോ എന്നുള്ളതും, എങ്ങനെയാണ് നമ്മളൊരു പ്രൈസ് ഒരു ഡ്രസ്സ് ചെയ്യുമ്പോൾ അതിന് പ്രൈസിങ് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാം. ആദ്യമേ തന്നെ പറയുണ്ടായി, നമ്മളൊരു പ്രോഡക്റ്റ് നമ്മൾ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ റേറ്റ് ഫിക്സ് ചെയ്തിട്ട് ഇടണം. അത് വാങ്ങിക്കുന്ന ഒരാൾക്ക് അഫോർഡബിൾ ആണോ എന്നത് കൂടെ നോക്കിയിട്ടാണ് അവർ നമുക്ക് ഓർഡർ തരുന്നത്. അപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് ഓൺലൈനിൽ സെയിൽ ചെയ്യാൻ വേണ്ടി വെക്കുന്ന സമയത്ത് അതിൻ്റെ പ്രൈസിങ് എങ്ങനെയാണ് ഇടുന്നതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒരു പ്രോഡക്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ, ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു ബേബി ഫ്രോക്കാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ ഒരു ബേബി ഫ്രോക്കിന് എത്ര മെറ്റീരിയൽ വേണം, മെറ്റീരിയലിന് വേണ്ടി നമ്മൾ എത്ര പൈസ അതിന് വേണ്ടി ചിലവാക്കുന്നുണ്ട്, മെറ്റീരിയൽ, ലൈനിങ്, ട്രിം എന്ന് പറയും. മെറ്റീരിയൽ, അതിൻ്റെ ലൈനിങ്, അതിന് നമ്മൾ ലേസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ലേസ്, എംബ്രോയ്ഡറി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എംബ്രോയ്ഡറി, ബീഡ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ബീഡ്സ്, അതിന് നമ്മൾ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ടോ അതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രൈസിങ് ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. പിന്നെ രണ്ടാമത്തെ ഒന്നെന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷനാണ്. നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടി എത്ര പൈസ ചിലവാക്കുന്നത്, കടയിൽ പോയി പർച്ചേസ് ചെയ്യാനും, ഇപ്പം നമ്മുടെ അടുത്തുനിന്ന് കടയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ എത്ര പൈസ വരുന്നുണ്ട്, നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോയി ചിലപ്പോൾ ചില കസ്റ്റമർ റെയർ ആയിട്ടുള്ള ലേസൊക്കെ സെലക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളത് വെളിയിൽ പോയിട്ട് അല്ലെങ്കിൽ മാർക്കറ്റിൽ പോയിട്ട് അത് പർച്ചേസ് ചെയ്ത് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടാകും. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ എത്രയായി, ഓവർ ട്രിമ്മ്, മറ്റേ മെറ്റീരിയൽ എല്ലാത്തിനും കൂടെ എത്ര പ്രൈസായി, സ്റ്റിച്ചിങ് കോസ്റ്റ് എത്രയായി, സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി എത്രയാണ് രൂപ, നമ്മളൊരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ലേബർക്ക് എത്ര രൂപയാണ് കൊടുക്കുന്നത്, അത് നമ്മുടെ കറണ്ട് ബില്ല്, പിന്നെ നമ്മൾ അതിന് വേണ്ടി ചിലവാക്കുന്ന ടൈം, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയി. നമ്മളൊരു ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് ഒരുപാട് ലാഭം എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഒരു പ്രോഡക്റ്റ് എല്ലാവരിലേക്കും അപ്പോൾ നമ്മൾ ഫസ്റ്റ് മെറ്റീരിയൽ റേറ്റ് പറഞ്ഞു, മെറ്റീരിയലിന് എത്രത്തോളം റേറ്റ് ആവുന്നുണ്ട്, പ്ലസ് ലേബർ ചാർജ് നമ്മൾ വരണം, ലേബർ ചാർജ് കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് പറയാം. പിന്നെ നമുക്ക് ഫിക്സ് ചെയ്യേണ്ട നെക്സ്റ്റ് ഒരു ഇതെന്ന് പറയുന്നത്, നമ്മുടെ എത്ര പെർസെൻറ്റേജ് ലാഭമാണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, 10% ആണോ, 20% ആണോ, 25% ആണോ, എത്രയാണോ ലാഭം എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ആ ഒരു റേറ്റ് അതിലൂടെ ഫിക്സ് ചെയ്യുക. ഇത് ശരിക്കും പറഞ്ഞാൽ ഡിപ്പെൻഡൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഇത്തരം ഒരു ക്ലോത്ത് മെറ്റീരിയൽസ് നമുക്ക് ഓൺലൈനിൽ സെയിം ഇതേപോലത്തെ ഫ്രോക്കിന് എന്താണോ റേറ്റ് വരുന്നതെന്ന് ഓൾറെഡി ഓൺലൈനിൽ ഉണ്ടാവും. വേറെ ആരെങ്കിലുമൊക്കെ സെയിം ഇതേപോലത്തെ സിമിലർ ഡ്രസ്സ് ചെയ്തിട്ടുണ്ടാവും, അവരതിന് എത്ര പ്രൈസാണോ എടുത്തിരിക്കുന്നത് അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ നമ്മളൊരു 1200 ഫ്രോക്ക് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഒരിക്കലും 1150 ചെയ്യാം, 1175 ചെയ്യാം, അല്ലെങ്കിൽ 1200 തന്നെ ചെയ്യാം. പക്ഷേ നമ്മളതിനൊരു 1400, 500 ഇട്ടിട്ട് കഴിഞ്ഞാൽ അതൊരിക്കലും നമ്മുടെ ഇതിൽ സെയിൽ ആവില്ല എന്നതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാരണം ഓൾറെഡി ഈ സെയിം സിമിലർ ഫ്രോക്ക് വേറെ പേജുകാർ അല്ലെങ്കിൽ വേറെ ബ്രാൻഡ് ഓണേഴ്സ് നമുക്ക് 1200 തരുമ്പോൾ ആരും നമ്മുടെ അടുത്ത് വന്ന് 1400 മേടിക്കില്ല. അപ്പോൾ ചിലപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് ബ്രാൻഡ് ഓണേഴ്സ് അത് ബൾക്കായിട്ട് ചെയ്യും. ബൾക്കായിട്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഒരു ഫ്രോക്കിന് വന്നിട്ട് നമുക്കൊരു 1000 റുപ്പീസിനാണ് അവർ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലാഭം എല്ലാം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ 1000 റുപ്പീസ് എന്ന് പറയുന്നത് വർത്ത് ആയിരിക്കില്ല. കാരണം നമ്മളിപ്പോൾ ഒരു ഡ്രസ്സിന് വേണ്ടി മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നുണ്ട്, അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ എന്താണ്, ഓരോരോ ലേസ്, ഇപ്പോൾ ഒരു 1 മീറ്റർ ലേസ്, 2 മീറ്റർ ലേസ് അങ്ങനെയൊക്കെ ആയിട്ട് വാങ്ങിക്കുന്നുണ്ടാവുക. പക്ഷേ നമ്മൾ ഈ ബൾക്കായിട്ട് ചെയ്യുന്നവർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ലേസ് കാര്യങ്ങളൊക്കെ അവർ 100 മീറ്റേഴ്സ് 200 മീറ്റേഴ്സ് അങ്ങനെയൊക്കെ എടുത്തിട്ട് ബൾക്കായിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഒരു പ്രോഡക്റ്റ് ചെയ്യാനുള്ള ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് അറൗണ്ട് 600 to 700 ആയിരിക്കും. അവർ സെയിൽ ചെയ്യുന്നത് 1200 അപ്പോൾ നമ്മളിതെല്ലാ സാധനങ്ങളും വാങ്ങിച്ച് വന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് ആ ഒരു ചിലപ്പോൾ ആ 1200 എന്ന് പറയുന്നത് നമുക്ക് വർത്തായിരിക്കില്ല, നമുക്ക് നഷ്ടമായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ നോക്കാം. നമുക്ക് നഷ്ടം, ഒരു പ്രോഡക്റ്റ് നമ്മൾ ചെയ്തിട്ട് നമുക്ക് നഷ്ടം വരുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ എമർജൻസി ആയിട്ട് ഞങ്ങൾക്ക് ചെയ്ത് തരുമോ എന്ന് ചോദിക്കുന്നവരോട് പറയാം, അവർ ചെയ്യുന്നത് ബൾക്കായിട്ടാണ് ചെയ്യുന്നത്,
അതുകൊണ്ട് അവർക്ക് ഇത്ര കോസ്റ്റേ വരുള്ളൂ, അതുകൊണ്ടാണ് അവർ ഈ ഒരു റേറ്റിന് കൊടുക്കുന്നത്. പിന്നെ ബൾക്കായിട്ട് ചെയ്യുന്നവർ എപ്പോഴും ഒരു 1 മന്തൊക്കെ അവർ ഡെലിവറി ഡേറ്റ് ചോദിക്കാറുണ്ട്. പ്രീ ബുക്കിംഗ് 1 മന്തൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ പറയാം നമ്മൾ 1 വീക്കിൽ ചെയ്ത് തരാം, പക്ഷേ ഞങ്ങളിത് ഒരു ഡ്രസ്സ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇത്രയും കോസ്റ്റ് ആവും, അത് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്താൽ മതി എന്ന് അവരോട് മുൻകൂട്ടി പറഞ്ഞിട്ട് നമുക്ക് ഓർഡർ എടുക്കാവുന്നതാണ്. അടുത്തത് ഏറ്റവും ലാസ്റ്റായിട്ട് ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം എന്ന് പറയുന്നത് കൊറിയർ ചാർജാണ്. ഇപ്പോൾ നമ്മുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ചെന്നൈയോ ബാംഗ്ലൂരോ എവിടെയെങ്കിലും ആയിരിക്കും, നമ്മൾ അവിടെ നിന്ന് ചെയ്തിട്ടായിരിക്കും പ്രോഡക്റ്റ് അയക്കുന്നത് ചിലപ്പോൾ കേരളത്തിലോട്ടായിരിക്കും, അല്ലെങ്കിൽ വേറെ ദൂര സ്ഥലങ്ങളിലായിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും പ്രോഡക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമുക്കിത് ഷിപ്പിംഗ് ഫ്രീ ആയിട്ട് കൊടുക്കാം, നമുക്ക് അത്രയും ലാഭം ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഷിപ്പിംഗ് ഫ്രീ ആക്കാം. അതല്ലെങ്കിൽ അവരോട് പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ പ്രൈസ് മെൻഷൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് ഇത്ര രൂപ 1200 ആണെങ്കിൽ 1200 പ്ലസ് ഷിപ്പിംഗ് എന്നുള്ളത്. ഷിപ്പിംഗ് ചാർജ് അവർ തന്നെ തരേണ്ടതാണ്. കാരണം നമുക്ക് ഒരു പ്രോഡക്റ്റിന് ഇപ്പോൾ ഒരു 120 റുപ്പീസ് അല്ലെങ്കിൽ ഇപ്പോൾ അതർ സ്റ്റേറ്റ് അയക്കുമ്പോൾ 110-100 റുപ്പീസൊക്കെ ആവാറുണ്ട്. അവർ കേരളത്തിനകത്ത് തന്നെ അയക്കുന്ന സമയത്ത് നമുക്ക് 80 റുപ്പീസ് 60 to 80 റുപ്പീസ് ആവാറുണ്ട്. അപ്പോൾ ഇത്രയാണ് കൊറിയർ ചാർജ് വരുന്നത്. അത് നമുക്ക് കൊറിയർ ചാർജ് നമുക്കൊന്നും കൂട്ടി വാങ്ങേണ്ട ആവശ്യമില്ല. എത്രയാണോ കൊറിയർ ചാർജ് വരുന്നത് അത് എക്സാക്ട്ലി അവരടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് പേ ചെയ്യുന്നത് പോലെയുള്ള ഒരു ഓപ്ഷൻ ആക്കാം. അപ്പോൾ കൊറിയർ ചാർജിന് നമ്മൾ വന്നിട്ട് നമ്മുടെ പ്രോഡക്റ്റിൽ നിന്ന് പൈസ പോകുക എന്ന് പറയുമ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ ലാഭത്തിൽ നിന്ന് കുറയുന്നത് പോലെയാണ്. അപ്പോൾ നമ്മൾ ഏതൊരു പ്രോഡക്റ്റ് ആഡ് ചെയ്യുമ്പോഴും ഈ ഒരു പ്രൈസിന് പ്ലസ് ഷിപ്പിംഗ് എന്നിവിടെ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഷിപ്പിംഗ് ചാർജ് കസ്റ്റമർ തന്നെ എടുക്കുന്നത് പോലെ നമുക്ക് ആക്കാം. അപ്പോൾ പ്രൈസിംഗ് എന്ന് പറയുന്ന കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു ഇപ്പോൾ പ്രൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റോ മെറ്റീരിയൽസ് ട്രിംസ് കാര്യങ്ങളെല്ലാം നമ്മൾ എന്തൊക്കെ ഒരു പ്രോഡക്റ്റിന് വേണ്ടി എന്തൊക്കെ പർച്ചേസ് ചെയ്യുന്നുണ്ടോ ആ ഒരു ഇത് നമ്മൾ ആഡ് ചെയ്യണം. അതല്ല നമുക്ക് ലേബർ ചാർജ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഡ്രസ്സ് ചെയ്യാൻ ഇപ്പോൾ നമ്മളിപ്പോൾ സ്റ്റിച്ചിങ് അല്ല തന്നെ ഹെമ്മിങ്, ബട്ടൺ വെക്കൽ, ഫ്ലവർ ചെയ്യൽ അതെല്ലാം ലേബർ ചാർജിൽ വരുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഫ്ലവർ ചെയ്യണം എന്നുള്ളത് അത് ലേബർ ചാർജ്, അതിലൊരു ഹാൻഡ് വർക്ക് ഉണ്ടെങ്കിൽ അതും ലേബർ ചാർജിൽ വരുന്നതാണ്. നമ്മൾ എന്തൊക്കെ അതിൽ വർക്ക് ചെയ്യുന്നുണ്ടോ അതെല്ലാം ലേബർ ചാർജിലായിട്ട് ആഡ് ചെയ്യണം. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ഒരു ഇത്ര പെർസെൻറ്റേജ് നമ്മുടെ ഒരു ലാഭം എടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും കാര്യങ്ങളുണ്ടല്ലേ, കറണ്ട് ബില്ല്, നമ്മൾ റെൻറ്റ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്കതിൽ വരുന്നത്. അപ്പോൾ ഇത്ര പെർസെൻറ്റേജ് ലാഭം എടുക്കുന്നുള്ളതും നമുക്ക് ഡിസൈഡ് ചെയ്യണം. അത് നമ്മുടെ മാർക്കറ്റിലുള്ള ആ ഒരു ഡ്രസ്സിൻ്റെ വാല്യൂ കൂടെ അനുസരിച്ച് നമുക്കത് ഡിസൈഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പ്രൈസിങ് ചെയ്യേണ്ടത്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ നല്ലൊരു പ്രൈസിങ്ങിൽ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് ഓൺലൈനിൽ സെയിൽ ചെയ്യുകയും ചെയ്യാം. മറ്റുള്ളവരെക്കാളൊക്കെ ഇവർ ക്വാളിറ്റിയും അതേപോലെ തന്നെ പ്രൈസും കുഴപ്പമില്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, നമുക്ക് ഇവരുടെ നിന്ന് വാങ്ങിക്കാൻ കഴിയുമെന്ന് പറഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഓർഡർ കിട്ടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൈസിങ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഓൺലൈനിൽ ഈസി ആയിട്ട് പ്രോഡക്റ്റ് സെയിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ, അതായത് പ്രൈസിങ് ചെയ്യുന്ന കാര്യത്തിൽ വീണ്ടും ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ അതിനുള്ള ആൻസർ പറഞ്ഞു തരുന്നതാണ്. താങ്ക് യു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. ബൈ.